യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും സല്ലല്ലാഹു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് നാദാപുരം ജാതിയേരിയിലെ ആവുക്കൽ അബ്ദുള്ള എന്ന യുവാവ് അന്നത്തെ സിലോണിലേക്ക് കപ്പൽ കയറിയത്. സിലോൺകാരിയായ ഐഷയെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സ്ഥിരതാമസക്കാരനായി. പിന്നീട് ഒരിക്കലും നാട്ടിലേക്ക് വന്നതേയില്ല. എന്നാൽ കലാപവും ആഭ്യന്തര യുദ്ധങ്ങളും കലുഷിതമാക്കിയ ശ്രീലങ്കയിൽ ജീവിച്ച അബ്ദുള്ളയുടെ മക്കൾക്ക് ഇന്ത്യ എന്നത് സ്വപ്നരാജ്യമായിരുന്നു. 30 വർഷം മുൻപൊരിക്കൽ അവരിൽ ചിലർ ജാതിയേരിയിൽ വന്ന് താമസിച്ച് മടങ്ങിയെങ്കിലും പിന്നീട് തമ്മിലുള്ള എല്ലാ ബന്ധവും മുറിഞ്ഞുപോയി. ഇവരടുത്ത് ഞങ്ങളെ ഫാമിലി പേരോ ഇനി അതിലെ ഞങ്ങളെ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ പേരൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവർക്ക് ഓൺലി അറിയാവുന്നത് വടകര റെയിൽവേ സ്റ്റേഷൻ എന്നൊരു പേരും ഇവർക്കറിയാം, ജാതിയേരി ജുമാ മസ്ജിദ് എന്നും അറിയാം. അങ്ങനെയാണ് ഇവരൊരു ഫാമിലി മീറ്റിംഗ് ചേർന്നതിന് ശേഷമാണ് ഇവർ തീരുമാനിച്ചത് ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്നില്ല. വെറും 3 ദിവസം മുൻപാണ് ശ്രീലങ്കയിൽ നിന്ന് നാട്ടിലെത്തിയതെങ്കിലും രക്തബന്ധത്തിന്റെ സ്നേഹത്തിന് ചൂടും ചൂരും കൂടുതലാണെന്ന് മനസ്സിലാക്കി തരുന്നു ഇവർ. ஆதியலாகி நாங்கள் 5-6 சகோதரங்களோட வீட்டை விட்டே வெளியில் வந்துட்டோம். ஒவ்வொருத்தரும் ஒவ்வொரு பாதியில் போய்த்து வாழ்ந்தாங்க ஊரை விட்டு. சேலம் மிச்சம் சந்தோஷம். நாங்கள் எங்களுக்கு சொந்த பந்தம் இல்லைன்னு அங்கேருந்து நாங்கள் தவிச்சு கொண்டு இருந்தோம். இப்போ இதில் கண்டோன்னே எங்களுக்கு சொர்க்கத்தில் இருக்கிற மாதிரி இருக்கு ஒரு பெரிய சந்தோஷம். ചെന്നൈ വിമാനത്താവളത്തിൽ നേരിട്ട ദുരനുഭവത്തിന്റെ സങ്കടങ്ങളെല്ലാം ജാതിയേരിയിലെത്തിയപ്പോൾ മാഞ്ഞുപോയി. പിന്നെ ഇവർ വന്നതിന് ശേഷം 2-2.5 മണിക്കൂർ ഇവരെ ചെന്നൈ എയർപോർട്ടിലിട്ട് ബുദ്ധിമുട്ടിച്ച്. അപ്പോൾ ഇവരെടുത്ത് സ്ത്രീകളൊക്കെ അണിഞ്ഞിരിക്കുന്ന സ്വർണം, ഇവരെ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണ്, പിന്നെ ഇവരെ വാച്ചുകൾ, അതൊക്കെ ഇവർ പിടിച്ചു വെച്ച്. അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു 10-100 മോതിരക്കല്ല് ഇവിടെ ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന കല്ല്, അതൊക്കെ അവർ പിടിച്ച് എടുത്ത് കളഞ്ഞ്. അങ്ങനെ ഇവരോട് 5 ലക്ഷം രൂപ പിന്നെ ടാക്സ് കെട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പിന്നെ ഇവരെടുത്ത് പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 45,000 രൂപ ഇവരെ കൊണ്ട് ടാക്സ് കെട്ടിച്ച്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.